പുറത്തൊക്കെ പോയിട്ട് ഒന്നും നടക്കാതെ പ്ലിങ്കിച്ച് വരത്തില്ലേ, അങ്ങനെ പ്ലിങ്കിച്ചാണ് ഞാനിപ്പോൾ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പോയത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു ടെമൂന്നൊരു മറ്റേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത്, അത് ഞാൻ കൊടുക്കാൻ വേണ്ടി പോയത് ഫ്ലോപ്പായിപ്പോയി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ DHLൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ DHLൻ്റെ കുറേ ഇങ്ങനെ ബോക്സ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഈ സാധനം എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമോ. അപ്പം ഞാൻ അങ്ങനെ ആ സാധനം അവിടെ വെക്കാൻ വേണ്ടി പോയപ്പം ഇവർ റിട്ടേൺ ലേബലോട് കൂടി അത് അതിൻ്റെ അകത്ത് വെക്കണം, പിന്നെ അത് ഓഫീസിൽ തന്നെ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുക്കണം എന്നൊക്കെ കുറച്ച് നിബന്ധനകളൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ അതിൻ്റെ ഓഫീസിൽ ചെന്നപ്പോഴത്തേനാണെങ്കിൽ അത് അടച്ചിട്ടേക്കുവോ, 2 സ്ഥലത്ത് പോയിട്ട് 2 സ്ഥലത്തും അടച്ചിട്ടേക്കുവോ. അപ്പോൾ ഞാൻ ഒരു ടീ ബാഗൊക്കെ മേടിച്ച് പതിയെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. അയ്യോ മടുത്തു. നമ്മൾ ഈ ഒരു കാര്യം ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയാണെങ്കിൽ എനിക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ഒന്നും നടക്കില്ല. സെക്കൻഡ് ഷിഫ്റ്റിന് സമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നത് തന്നെ ഉച്ചയാവും. പിന്നെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് പോകാനുള്ള സമയമായിട്ടുള്ളൂ. ആരവിടെ കിടന്ന് വെള്ളം വെക്കുന്നത്. ഇതാട്ടോ എൻ്റെ വീട്, കണ്ടോ? ഞാനിങ്ങനെ തുറന്നു. നല്ല അടിപൊളി സ്ഥലമാണ്. മഴയാട്ടോ, ഭയങ്കര മഴയാണ്. കണ്ടോ? ഇതാണ് മെയിൻ എൻട്രൻസ്. പക്ഷേ ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇതിലൊക്കെ കൂടെ വന്നു. ഇതുണ്ടോ, എനിക്കിഷ്ടം ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ. ഞാൻ കൂടുതൽ റീൽസൊക്കെ എടുക്കുന്ന സ്ഥലമാണ് ഇത്. കണ്ടോ? പിന്നെ ഹായ്, അതാണ് എൻ്റെ ഒരു ഫ്രണ്ട്. ഹായ്. ഇത് എൻ്റെ റൂം. പിന്നെ ഇത് ഞങ്ങളുടെ സിറ്റിംഗ് ഏരിയ. ഇതാണ് ഞങ്ങളുടെ സിറ്റിംഗ് ഏരിയ. അവിടെ നമ്മുടെ ചേട്ടത്തി ഇരുന്ന് സിഗരറ്റൊക്കെ വലിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഇതാണ് സിറ്റിംഗ് ഏരിയ. ഞാനിവിടെ വന്ന് കുറച്ച് നേരം വിശ്രമിക്കട്ടെ. ആകെ സങ്കടമായിപ്പോയി, ഒന്നും നടന്നില്ല ഇന്ന് പോയിട്ട്. ഭയങ്കര മഴയും. പിന്നെ ഞാൻ ഇന്ന് പോയിട്ട് എന്നാ മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനം മേടിച്ചു കേട്ടോ. പാല് മേടിച്ചു, ഇതേ പാല്. പിന്നെ മീൻകറി ഉണ്ടാക്കാന്ന് കരുതി ഫിഷിൻ്റെത് മേടിച്ചു. ഇത് പിന്നെ ഈ ടീ ബാഗ്, ഇത് മാത്രമേ മേടിച്ചുള്ളൂ. കാരണം ഈ മാസം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഒന്നും പൈസ ഇല്ല. എല്ലാ പൈസയും വീട്ടിലോട്ട് അയച്ച് ലോണൊക്കെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് പൈസ ഇല്ലാതെ ഞാനിവിടെ